ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ക്യാബ്. സോ അതിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രം മതി നമുക്ക്. ക്യാബേജ്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങാപ്പീര ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സോ തേങ്ങാപ്പീര വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. എല്ലാം നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ. ആദ്യമേ തന്നെ ക്യാബേജ്, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, അതേപോലെ തേങ്ങ ചിരണ്ടിയും വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഞാനൊരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് ഓയിൽ നന്നായിട്ട്, നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ മതി, ഒരുപാട് എണ്ണയിൽ ഇങ്ങനെ കുളിച്ച് കിടക്കണ്ടല്ലോ. സോ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, അതേപോലെ തന്നെ ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുക. ചതക്കിയൊന്നുമല്ല ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ച് വിടാം. സോ അതേപോലെ ഇഞ്ചി, അതേപോലെ പച്ചമുളക്, ഈ 3 കൂട്ടങ്ങൾ ഇടുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്താ ചെയ്യണത്, എനിക്ക് പെട്ടെന്ന് കാര്യം നടക്കാൻ ഞാൻ ഉപ്പ് ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുക. സോ ഞാൻ ഇത്തിരി ഉപ്പ് ആഡ് ചെയ്തു. ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി. അപ്പോൾ നമുക്ക് ആ സവാള ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളറാക്കി എടുക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒന്ന് നന്നായിട്ട് ആ ഒരു പച്ച ചുവ പോകുന്ന രീതിയിൽ പെട്ടെന്ന് നടക്കും. ഇത് 2 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്, നമ്മുടെ മാഗിയൊക്കെ പോലെ. സോ അത് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടു. ഇതിനകത്ത് ഞാൻ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. ഗ്രീൻ ചില്ലി നമ്മൾ മുളക് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കളറ് മര്യാദക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെപ്പർ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ പെപ്പർ പൗഡർ യൂസ് ചെയ്തു. ഞാൻ എല്ലാം ഇത്തിരിയാണ് ഇടുന്നത്, 1 സ്പൂൺ എന്നുള്ള രീതിയിൽ. പെപ്പർ പൗഡർ 1 സ്പൂണൊന്നും വേണ്ട, 1/4 സ്പൂൺ മതി ആക്ച്വലി. പിന്നെ നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്യാബേജ് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇതങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നുമില്ല ഇതിനകത്ത് ആക്ച്വലി. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. എല്ലായിടത്തും എന്താ പറയുക, നമുക്ക് വെള്ള കളറിലെ ക്യാബേജ് ചെറിയൊരു മഞ്ഞ കളറായാൽ മതി. സോ ആ രീതിയിൽ മിക്സായി കഴിഞ്ഞതിന് ശേഷം ഞാൻ വെള്ളം ചേർക്കുന്നില്ല. നിങ്ങൾക്ക് അടി പിടിക്കും അങ്ങനെ ഒരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി സ്വല്പം വെള്ളം ചേർക്കുക. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നോൺ സ്റ്റിക്ക് ഇതായതുകൊണ്ട് ജസ്റ്റ് ഇത്രയും ഇതാക്കിയിട്ട്, ആവശ്യത്തിന് എണ്ണയുണ്ട്, സോ അടിക്ക് പിടിക്കത്തില്ല. സോ അതുകൊണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കും. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ചാൽ മാത്രം മതി. ഞാൻ ആദ്യമേ ഒന്ന് ഉപ്പും എല്ലാ കല്ലും പിടിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഇളക്കി കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് അത് മൂടി വയ്ക്കുക. ഒരു സെക്കൻഡ്സ് മതി ആക്ച്വലി. ഒരു സെക്കൻഡ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം എന്താ പറയുക, ക്യാബേജ് ഞാൻ നൈസായിട്ട് അരിഞ്ഞതുകൊണ്ട് ക്യാബേജ് നന്നായിട്ട് വെന്തുണ്ട്. സോ ക്യാബേജ് ഒരുവിധം വേവായി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര അങ്ങനെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അതങ്ങ് യോജിപ്പിക്കുക. തേങ്ങാപ്പീര വേവേണ്ട കാര്യമൊന്നുമില്ല. ഈ ക്യാബേജ് പകുതി എന്താ പറയുക വെന്താണല്ലോ ഇരിക്കുന്നത്. സോ ആ ഒരു ഇതിൽ തന്നെ തേങ്ങാപ്പീര ഇത് വെന്തോളും. സോ ഇത്രയേ ഉള്ളൂ, വെരി വെരി സിമ്പിൾ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്തിരി നേരം കൂടെ അടപ്പത്തിരുന്നോട്ടെ. എടുക്കാറാവുമ്പോഴത്തേക്കും കഴിക്കാറാവുമ്പോൾ എടുത്താലും മതി. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിളായിട്ടുള്ള ഒരു ക്യാബേജ് തോരനാണ്. എല്ലാവരും പരീക്ഷിക്കുക. കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.